എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് വായന അനുഭവത്തെ കുറിച്ച് തന്നെയാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുന്ന ഒരു വരികളുണ്ട്. എന്താണ് ഇതുവഴി കുഞ്ഞുണ്ണി മാഷ് ഉദ്ദേശിക്കുന്നത്? വായിച്ചാൽ എന്ത് വളർച്ചയാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടും, നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം വളർന്ന് നമുക്ക് നല്ലൊരു ആകാരമങ്ങി വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ റീഡിങ് അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ എന്ത് രീതിയിലുള്ള വളർച്ചയാണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്? അതോ നമ്മുടെ ഭൗതികമായിട്ടുള്ള വളർച്ചയാണോ സംഭവിക്കുന്നത്? അതെ, നമുക്കിവിടെ ഒരു ഭൗതികമായിട്ടുള്ള വളർച്ചയാണ് വായന വഴി സംഭവിക്കുന്നത്. അതായത് നമ്മൾ അറിവ് നേടുകയാണ് ചെയ്യുന്നത്. ലോകത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചുമൊക്കെ നമ്മൾ വളരെയധികം അറിവുള്ളവരായിട്ട് മാറുന്നു വായന മുഖേന എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള പുസ്തകങ്ങളാണ് നമുക്ക് മുന്നിൽ നമുക്ക് കാണപ്പെടുന്നത്. അതിൽ ലിറ്ററേച്ചർ ഉണ്ടാകാം, അല്ലെങ്കിൽ സബ്ജക്റ്റുകളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ബുക്കുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്, അല്ലെങ്കിൽ വായനാശീലത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ന്യൂറോ സയന്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമ്മുടെ 50% കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടുവരുന്നത് വായനയാണ് എന്ന് പറയുന്നു. വായനയിൽ ഒരാൾ വൺ ഫോക്കസ്ഡ് ആയിരിക്കുകയും അതുവഴി അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ നിലവാരം കൂടിക്കൊണ്ടുവരികയും മറ്റു കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു അറ്റൻഷൻ സ്പാൻ അവിടെ കൂടുകയും ചെയ്യുകയാണ് വായന വഴി ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ബ്രെയിനിൽ നടക്കുകയാണ്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ തന്നെ അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, പുതിയ അറിവുകളോട് അഡാപ്റ്റ് ചെയ്യുവാനും അതനുസരിച്ച് ബ്രെയിനിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക ഹാബിറ്റ് ഫോം ചെയ്യുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ഓൾസോ കൂടുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പുതിയ അറിവ് നമ്മളിലേക്ക് കടന്നു വരികയും അതിനോട് നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിലെ 4 ലോബ്സ് നമുക്കറിയാം. ഫ്രണ്ടൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, പരൈറ്റൽ ലോബ്. ഈ ലോബ്സ് എല്ലാം തന്നെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ ആണ് വായന സാധ്യമാകുന്നത്. ഇതിന്റെ എല്ലാം കൂട്ടായ പ്രവർത്തനം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെ മെയിൻ ആയിട്ട് സഹായിക്കുന്ന ബ്രെയിനിന്റെ ഒരു ഭാഗമാണ്. തിങ്കിങ് കപ്പാസിറ്റിക്ക് നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് ആ ഭാഗമാണ്. ഇത് കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, സെൻസേഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ വിഷനെ യൂസ് ചെയ്യുന്നുണ്ട് വായിക്കുമ്പോൾ. ഓഡിറ്ററി അല്ലെങ്കിൽ കൂടി നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഓക്സിപിറ്റൽ ലോബ് ആക്ടിവേറ്റ് ആവുകയും നമ്മൾ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫീഡ് ചെയ്യുകയും അത് നമ്മുടെ ബ്രെയിനിലേക്ക് പോയി ഇവിടെ വർക്ക് ആവുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. നമ്മുടെ ലേണിങ്ങിന് സഹായിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് ഈ ഒരു നമ്മൾ വായിക്കുന്ന ഇൻഫർമേഷനെ ഒരു മെമ്മറിയുടെ രൂപത്തിൽ അത് സ്റ്റോർ ചെയ്യുകയും നമുക്ക് എപ്പോഴൊക്കെ അത് വേണോ എന്നുള്ള അത് വേണ്ടി വരുമ്പോൾ ആ സ്റ്റോറേജിൽ നിന്ന് റെപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വായന നമ്മെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇപ്പൊ നമ്മൾ മൊബൈലിലും മറ്റൊക്കെ നോക്കിക്കൊണ്ട് വായിക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, പല ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പല നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരികയും ആ നോട്ടിഫിക്കേഷൻ വഴി നമ്മൾ വാട്സപ്പിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഒക്കെ പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ ഒരു ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ ബുക്കിൽ തന്നെ വൺ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയും നമ്മൾ ആ ബുക്ക് വായിച്ച് അതിൽ നിന്ന് അറിവ് സ്വീകരിക്കുകയും ആ എഴുതിയ ആളുടെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന നോളജിനെ നമ്മളിലേക്ക് എടുക്കുവാനും അതുവഴി ഒരു ലോകത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ വായന പുതിയ പുതിയ ജാലകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരികയും ആ വായനയിലൂടെ പുതിയ ലോകത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ബുക്സ് ആണ് നമ്മൾ വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്കണോമിക്സിന്റെ ഒരു ബുക്ക് വായിച്ച ആള് വേണമെങ്കിൽ അദ്ദേഹത്തിന് എക്കണോമിക്സിന്റെ ബുക്ക് വായിച്ചതിന് ശേഷം ഒരു ഹിസ്റ്ററിയുടെ ബുക്ക് വേണമെങ്കിൽ വായിക്കാം. അതിനുശേഷം അദ്ദേഹം ഒരു സൈക്കോളജിയുടെ ബുക്ക് വേണമെങ്കിൽ വായിക്കാം. അങ്ങനെ വായിച്ച
പതിയെ പതിയെ അദ്ദേഹം വായിക്കും തോറും അദ്ദേഹത്തിന് ഈ ബുക്സിലെല്ലാമുള്ള ഒരു കോമൺ എലമെന്റിനെ കണ്ടെത്തുവാനും ഈ ബുക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിന്റെ ഒരു ഉൾക്കാമ്പ് മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ അവിടെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആ ഉൾക്കാമ്പ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ബുക്കിന്റെ ഡീപ്പിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ കൂടുതൽ വായിക്കുന്നത് വഴിയെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ വായന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിക്കാനുള്ള സ്പീഡ് കൂടുകയും കൂടുതൽ കോൺസെൻട്രേഷനിലേക്ക് അത് കടന്നു വരികയും ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പോലുള്ള മഹായോഗികളൊക്കെ അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടിക്കൊണ്ടുവന്നത് വായനയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ചെറിയ ലൈഫ് സ്പാനിനിടയിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹം ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തോമസ് ആൽവ എഡിസൺ അദ്ദേഹം സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന് ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുമായിരുന്നു. ആ പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് കിട്ടിയ നോളജിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള എക്സ്പെരിമെന്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ വായന പല രീതിയിൽ മനുഷ്യരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് വായനാശീലം ഉള്ളവരാകാം. നമുക്ക് വൺ ഫോക്കസ്ഡ് ആയിട്ട് അറ്റൻറ്റീവായി ഡിഫറെന്റ് ബുക്സ് നമ്മുടെ ഇൻട്രസ്റ്റുള്ള ബുക്കുകളേക്ക് നമുക്ക് വായിക്കുകയും അതിൽ നിന്ന് കൂടുതൽ നോളജ് സ്വീകരിച്ച് അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റികൾ ഇന്നോവേറ്റീവായിട്ട് ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.